ഉത്തർപ്രദേശിലെ ഹാഫ്രസ് ജില്ലയിൽ ഒരു തിക്കിലും തിരക്കിലും പെട്ട ഒരു സ്വാമിയുടെ മീറ്റിങ്ങിന് കൂടിയ ആൾക്കാർ തിക്കിലും തിരക്കിലും 121 പേർ മരിച്ച ന്യൂസാണ് ഇന്നലെയും ഇന്നും നമ്മുടെ എല്ലാ നാഷണൽ ഡെയിലീസും ചെറിയ ലോക്കൽ ഡെയിലീസിലും മറ്റു ചാനലുകളിലും എല്ലാം തന്നെ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഫോലെ ബാബ എന്ന പേരിൽ ആണ് അദ്ദേഹം ഈ സൂരജ് പാൽ സിംഗ് എന്ന് പറയുന്ന വ്യക്തി അറിയപ്പെടുന്നത്. 1990 വരെ അദ്ദേഹം UP പോലീസിലെ ഒരു പോലീസുകാരനായിരുന്നു, ഒരു കോൺസ്റ്റബിളായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. 1990 അദ്ദേഹം ജോലി രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിന് കുടുംബ സ്വത്തായി കിട്ടിയ സ്ഥലത്ത് ഒരു ചെറിയൊരു ആശ്രമവും അതിനോടൊപ്പം അനുബന്ധ സംവിധാനങ്ങളൊക്കെ ഒരുക്കി അദ്ദേഹം ഒരു ആശ്രമാധിപനായിട്ട് അവിടെ കഴിയുകയായിരുന്നു. അദ്ദേഹം നിരന്തരമായ സംഭാഷണങ്ങളിലൂടെയും നിരന്തരമായ സത്സംഗങ്ങളിലൂടെയും അനേകം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യവലയത്തിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരുമായിട്ട് തീർന്നു. ഈ സംഭവം നടക്കുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സത്സംഗം നടക്കുകയായിരുന്നു. സത്സംഗിനായിട്ട് പോലീസ് അനുമതി കൊടുത്തത് ഏകദേശം 80,000 ആൾക്കാർക്ക് മാത്രമാണ്. പക്ഷേ 80,000 ആൾക്കാർക്ക് അനുമതി കൊടുത്തിട്ട് അത്രയും പേർക്ക് പോലും ഇരിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ 2 ലക്ഷത്തോളം ആളുകൾ എത്തിച്ചേരുകയും ബോലെ ബാബ അവസാനം മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദം അദ്ദേഹത്തിന്റെ കാർ പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കാണാനും തൊടാനും ഒക്കെ ശ്രമിച്ച ജനം അവസാനം കാറിന്റെ പൊടിയെങ്കിലും എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം, വിശുദ്ധനായ ഒരു വ്യക്തിയാണല്ലോ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കാർ സഞ്ചരിച്ചപ്പോൾ അതിന്റെ പൊടി നക്കുവാനായിട്ട് അല്ലെ പൊടി ശേഖരിക്കുവാനായിട്ടൊക്കെ ആൾക്കാർ കുനിഞ്ഞപ്പോൾ വലിയൊരു സ്റ്റാമ്പേഡ് ഉണ്ടാകുകയും 80,000 പേര് കൂടിയെടുത്ത് 2 ലക്ഷം പേര് വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാവും. കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് മരണപ്പെട്ട ഈ 121 പേരിൽ ഏറെയും. അനേക ആൾക്കാർ അബോധാവസ്ഥയിലാണ് ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുന്നത്. ഇത് ലോക മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. വാസ്തവത്തിൽ അനേകം സ്ത്രീകളും കുട്ടികളും അവർക്ക് ഒരു ആശ്രയത്തിന് വേണ്ടി വന്നതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ഒരു ആശ്രയം, ഒരു കച്ചിത്തുരുമ്പും ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരം ആൾദൈവങ്ങളുടെ പുറകെ പോകുന്നത്. ഇതിനെയൊക്കെ നമ്മൾ ആക്ട് മുഖേന നിരോധിക്കേണ്ടതാണ്. പലപ്പോഴും ഇവര് രാഷ്ട്രീയക്കാരുടെ എല്ലാം ചട്ടുകമായിട്ടും ഒക്കെ രാഷ്ട്രീയക്കാരുടെ എല്ലാം പിൻബലമുള്ളതുകൊണ്ടും ഇവർക്കെതിരായിട്ട് തിരിയുവാൻ ഒരു നിയമ വ്യവസ്ഥയ്ക്കും കഴിയുകയില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ നാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒടുവിലാണ് FIRൽ അവസാനം ഇട്ടപ്പോൾ, ഇത്രയും സ്റ്റാമ്പേഡൊക്കെ ഉണ്ടായി FIR ഇട്ടപ്പോൾ അതിന്റെ സംഘാടകരിൽ ചുരുക്കം ചിലരുടെ പേരിൽ മാത്രമേ ഉള്ളൂ. ബോലെ ബാബ എന്ന് പറഞ്ഞ സൂരജ് പാൽ സിംഗിന്റെ പേര് ശരിക്കും പറഞ്ഞ FIRൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നീട് രേഖപ്പെടുത്തുവാനൊക്കെ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യോഗി ആദിത്യനാഥാണ് അവിടുത്തെ മുഖ്യമന്ത്രി. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും നമുക്ക് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ മനസ്സാക്ഷി വെച്ച് നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി മേലെ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ദുർബല മനസ്സുള്ളവരെ ഒക്കെ ഇത്തരം ആൾക്കാർ സ്വാധീനിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ വലയുന്ന ദുർബലരെയൊക്കെ ഇവർ സ്വാധീനിക്കുകയും ഇവരുടെ സ്വാധീന വലയത്തിലാക്കുകയും പിന്നീട് ആ സ്വാധീന വലയത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവരുടെ അവസാനം അവരുടെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടതായ ഒരവസ്ഥയാണ് ഈ ഒരു സ്ഥലത്തുണ്ടായത്. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാത്തതിൻ്റെ കുറവാണ്. നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കഴിവിലും അവനവൻ്റെ ശക്തിയിലും ഒക്കെ വിശ്വാസം അവനവന് കൊടുക്കണം. അത് കൊടുക്കാറില്ല. അത് കൊടുക്കാതാവുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ സംഭവിക്കാൻ ഇടവരുന്നത്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ തന്നെ അഭാവമാണെന്ന് നമുക്ക് വ്യക്തമായി പറയേണ്ടി വരും. അവനവൻ്റെ കാര്യങ്ങൾ പണ്ടൊരു ഖുശ്വന്ത് സിംഗ് ഒരു സെയിങ്ങിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും തന്നെ തലയ്ക്ക് മുകളിൽ കൂടുന്ന കാക്കയും മന്ത്രവാദിയെയും വഴിയിരിക്കുന്ന കൈനോട്ടക്കാരനെയൊക്കെ വിശ്വാസമുണ്ട്. അവർക്ക് വിശ്വാസമില്ലാത്ത ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവനവൻ്റെ തലച്ചോറ്, അവനവൻ്റെ ഇന്റലിജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വിശ്വാസമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കുകയും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ കേട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും അവരിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ ഓരോ വ്യക്തിയും നല്ല വിദ്യാഭ്യാസമുള്ളവരൊക്കെ ആയിത്തീരുമ്പോൾ അവർക്ക് അവരവരുടേതായ സ്റ്റാൻഡിൽ നിൽക്കുവാനും അവരവരുടേതായ ഒരു പ്രയാസം വരുമ്പോൾ അതിനെ എങ്ങനെ തീരുമാനം എടുക്കണം എന്നുള്ള കഴിവും മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നേറാതിരിക്കാനുള്ള കഴിവുകളൊക്കെ നമുക്ക് ആർജിക്കാൻ സാധിക്കും. ഇത് പാവപ്പെട്ട ദുർബലരായ ഗ്രാമവാസികളാണ് ഈ കൂടിയതിൽ ഏറിയ പങ്കും. 2 ലക്ഷം പേര് അവര് ഇങ്ങനെയുള്ള പൊടി പോലും എടുത്തുകൊണ്ട് പോയി ആരാധിക്കുന്നു. ഇങ്ങനെയുള്ള ആൾദൈവങ്ങളെ ഒന്നും വളരുവാൻ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല. മനുഷ്യരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഇവർ സമ്മതിക്കത്തില്ല, വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കില്ല. പലപ്പോഴും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് വരെ തൊടുവാൻ സാധിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പിണയാളന്മാരായിട്ട് ഇരിക്കുന്ന രാഷ്ട്രീയക്കാർ അത്രയധികം വലിയ ആൾക്കാരാണ്. അതും ഇതിനകത്തൊരു വലിയ സംഭവമാണ്. അവരെയൊന്നും തൊടാൻ സാധിക്കാതെ ചെറിയ രീതിയിൽ വരുമ്പോൾ തന്നെ നമ്മളതിനെ ഗവൺമെന്റ് മിഷണറീസ് അതിനെ ശക്തമായ രീതിയിൽ മുളയിലെ നുള്ളിയില്ലെങ്കിൽ ചിലതൊക്കെ ഗവൺമെന്റിനേക്കാൾ മുകളിൽ വളരും. പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഗവൺമെന്റിന്റെ മുകളിലോട്ട് വളരുവാനൊന്നും സമ്മതിക്കത്തില്ല. ഒരു കമ്പനി തന്നെയും വലുതായി കഴിഞ്ഞാൽ അമേരിക്കൻ ലോ അനുസരിച്ചായാലും ഇന്ത്യൻ ലോ അനുസരിച്ചായാലും അത് ഡിവൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർ വളർന്നു കഴിഞ്ഞാൽ അത് ഒരു ഇന്ത്യ ഗവൺമെന്റിനെക്കാട്ടിൽ വളരുന്ന ഒരു സിറ്റുവേഷനിൽ അവരവരുടെ പാരലൽ ആർമി ഉണ്ടാക്കാം, പാരലൽ മിലിറ്ററി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം. അതൊക്കെ ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനമുണ്ട്. ഇത്തരം കാര്യങ്ങളിലും
ഒരാളും ഒരു ഇന്ത്യ ഗവൺമെൻറ്റിനെക്കാട്ടിൽ മുന്നിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുകളിലോട്ട് വരാതിരിക്കത്തക്ക രീതിയിലുള്ള നിയമ സംവിധാനങ്ങളില്ലെങ്കിൽ ഇത്തരം സ്വാമിമാർ എന്ത് അനാശ്വാസ്യം കാണിച്ചാലും അദ്ദേഹത്തിനെതിരെ ഒരുപാട് സ്ത്രീപീഡന കേസുകളും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. ഒരുപാട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും വലിയതായിട്ടുള്ള മുന്നോക്കം ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം രാഷ്ട്രീയ പിണയാളികളുടെ എല്ലാം ഒരുപാട് രാഷ്ട്രീയക്കാർ അദ്ദേഹത്തിന് പിന്നിലുണ്ട്. ഇതൊരു വോട്ട് ബാങ്കാണ്. ഇത്രയും ആൾക്കാരോട് കൂടുമ്പോൾ അവരോട് ഇദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേര് ഈ രാഷ്ട്രീയക്കാരനെതിരാകുമല്ലോ എന്ന് പേടിച്ച് രാഷ്ട്രീയക്കാരോ മറ്റാൾക്കാരും ഇവരെ തൊടത്തില്ല. ആൾബലത്തിൽ ഇവർ അധിവസിച്ച് പോകണം. എന്ത് തെണ്ടിത്തരവും എന്ത് തെമ്മാടിത്തരവും കാണിച്ചുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകുന്നത്. ഇതിനൊക്കെ നമ്മളൊരു നിയമം മൂലം തന്നെ തടയിടണം. ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള പ്രാകൃതമായ കാര്യങ്ങൾക്കെതിരെ നിയമമുണ്ട്. പക്ഷേ അതൊക്കെ ശക്തമായ രീതിയിൽ പാർലമെൻറ്റിലൊക്കെ നിയമം പാസ്സാക്കി സംസ്ഥാന തലത്തിലേക്ക് അതിനെ നമ്മൾ മറ്റ് നിയമങ്ങളാക്കിയൊക്കെ എടുത്തില്ലെങ്കിൽ ഇനി ഭാവിയിൽ ഇങ്ങനെയുള്ള സ്റ്റാമ്പീഡുകളൊക്കെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതുണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് 121 പേരുടെ ജീവൻ, അതും പാവപ്പെട്ട സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവനാണ് ഇവിടെ പോയിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അത് ഒരു കാരണവശാലും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹം ഒളിവിലാണ്. അത് പിന്നീട് അങ്ങ് പോകാൻ പാടുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ ഈ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഒക്കെ ഇന്ത്യയിൽ മാത്രമാണ് ഇത് ഇപ്പോഴും കുടികുത്തി വരുന്നത്. പല രാജ്യങ്ങളിലും ഉണ്ടെങ്കിലും ഇന്ത്യ ഇപ്പോഴും ഒരു പ്രാകൃതമായി ഒരു എത്രയോ നൂറ്റാണ്ടുകൾ പുറകിലായ ഒരു രീതിയിലാണ് ഇപ്പോഴും പല കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ യുവജനങ്ങളൊക്കെ ഇപ്പോൾ ഉണർന്നു വരുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഗ്രാമങ്ങൾ 1 ലക്ഷം ഗ്രാമങ്ങളുള്ള ഇന്ത്യയിലെ പല സ്ഥലങ്ങളും ഞാനിപ്പോൾ ഛത്തീസ്ഗഡിലൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ പലപ്പോഴും ഇപ്പോഴും അവർ ആധുനിക വൈദ്യത്തെ ഒന്നും ആശ്രയിക്കത്തില്ല. ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ ഛത്തീസ്ഗഡിൽ ചെന്നപ്പോൾ കണ്ടതാണ്. അവിടുത്തെ PSCകളെല്ലാം അത്രയ്ക്കൊന്നും വർക്ക് ചെയ്യുന്നില്ല. അവർ പനി വന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രവാദിയുടെയൊക്കെ പോകും. മന്ത്രവാദിയുടെയൊക്കെ പോയിട്ട് ഒരു കോഴിയെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ ബലി കൊടുക്കും. എന്നിട്ട് മന്ത്രവാദിക്ക് കുറച്ച് കാശും കൊടുക്കും, ഇല്ലാത്ത കാശും ഉണ്ടാക്കി കൊടുക്കും. അവർ വളരെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണിയാണ് അത് കൊടുക്കും. 7-ാം ദിവസം ചിലപ്പോൾ പനി പോകും അല്ലെങ്കിൽ മരിച്ചു പോകും. അതുപോലെ തമ്മിലുള്ള ആക്രമണങ്ങൾ, നക്സൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ ഒത്തിരി പ്രതിമകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറും ക്രൂരമായ രീതിയിൽ ആ ജമീന്ദാർ അടിമ സിസ്റ്റമൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ് പല സ്ഥലങ്ങളിലുള്ളത്. അവിടെയൊന്നും എഡ്യൂക്കേഷനോ വിദ്യാഭ്യാസമോ ഒന്നും കടന്നു നിന്നിട്ടില്ല. ഇപ്പോഴും ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും 75 വർഷത്തോളം കഴിഞ്ഞ് 1947 കഴിഞ്ഞതാണ് സ്വാതന്ത്ര്യം കിട്ടി. ഇതുവരെയും ഒന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ആൾദൈവങ്ങൾ പറയുന്ന ചെറിയ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ആൾക്കാർ മുന്നോട്ട് പോകുന്നു. ഇത്തരം അനാചാരങ്ങളെല്ലാം നമുക്ക് ഇന്ത്യ ഗവൺമെൻറ് മാറ്റിയെടുക്കണം. നമുക്ക് വാസ്തവം പറഞ്ഞ കഷ്ടമാണ്. ഇത്രയും വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മുടെ വിദ്യാഭ്യാസം ഒന്നും കിട്ടാത്ത ഇത്രയും ജനങ്ങൾ ഇങ്ങനെ താമസിക്കുന്നുള്ള ഈ സ്റ്റാമ്പേഡ് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. 121 പേർ മരണപ്പെടുകയും അപ്പോൾ 2 ലക്ഷത്തോളം ആളുകളവിടെ കൂടിയെന്ന് പറയുമ്പോൾ ഇത്ര ഒരു വിഡ്ഢിയാനെ കേൾക്കാനും ആൾക്കാരവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. അതിപ്പോൾ കേരളത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു പ്രയാസം, മനുഷ്യജീവിതമാകുമ്പോൾ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, മരണങ്ങൾ, ഓരോ ദിവസവും 10 ലക്ഷം പേര് മരിക്കുന്ന ഒരു ഭൂമിയാണ്. മരണം ഒരു റിയാലിറ്റിയാണ്, രോഗങ്ങളൊരു റിയാലിറ്റിയാണ്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ മരിക്കും എന്നുള്ളൊരു റിയാലിറ്റിയാണ്. ഇതിലൊന്നും മറ്റു രീതിയിലൊന്നും നമ്മൾ വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇറ്റ് ഇസ് എ റിയാലിറ്റി. അത് ഫാക്റ്റാണെന്ന് അംഗീകരിക്കും. റിയാലിറ്റികളെ ഫേസ് ചെയ്യാൻ മനുഷ്യരെ വളർത്തിയെടുക്കാനും വിദ്യാഭ്യാസത്തിന് കഴിയും. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അൺറിയാലിസ്റ്റിക് വേർഡുകളിലേക്കൊക്കെ ഇവർ ഓഫർ ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊക്കെ ആൾക്കാർ പോകുന്നത് ഇങ്ങനെയാണ്. ഇത്തരം സ്വാമിമാരെയൊക്കെ നിലയ്ക്ക് നിർത്തണം. ഗവൺമെൻറ് അതിനുള്ള ശക്തമായ നിയമ നടപടികളുണ്ടായിട്ടില്ല. ഇനി ഭാവിയിലും ഇങ്ങനെയൊക്കെയുള്ള ആൾദൈവങ്ങൾ വരും. പലപ്പോഴും പണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇടയ്ക്ക് കുറഞ്ഞു വന്നാണ്. വീണ്ടും ആൾദൈവങ്ങൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. ഇങ്ങനെ സ്റ്റാമ്പേഡ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെയുള്ള ആൾദൈവം 2 ലക്ഷം ആൾക്കാർ തന്നെ അവിടെ സത്സംഗിന് കൂടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രഭാവലയത്തിൽ എത്ര പേര് കുരുങ്ങിപ്പോയി എന്നുള്ളതെല്ലാം നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. ഇതിൻ്റെ ഒരു ആക്ട് വേണമെന്നുള്ള ഒരു സൂചന കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവരോടും ഈ മരിച്ചുപോയ എല്ലാ ആൾക്കാരും, എൻ്റെ സ്റ്റാമ്പേഡിൽ മരിച്ചുപോയ എല്ലാവരോടുള്ള അനുശോചനം അറിയിക്കുന്നു. പാവപ്പെട്ട ദുർബലരായ നമ്മുടെ ഭാരതം അങ്ങനെയാണ്. പലയിടത്തും 1 ലക്ഷം ഗ്രാമം. നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. 1 ലക്ഷത്തോളം ഗ്രാമങ്ങളിലാണ് ഇന്ത്യ അധിവസിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഉൾനാടുകളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം പ്രാകൃതമായ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ ഇനിയും ഒത്തിരിയുണ്ട്. നമ്മൾ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ എന്ന് പറയുന്നെങ്കിലും അനേകർ പ്രാകൃതരായ രീതിയിൽ ജീവിക്കുന്നുണ്ട്. പലരുടെയും ഫോളോവേഴ്സായിട്ട് പോകുന്നു. അവിടെയൊക്കെ ഇതിനെല്ലാം വളക്കൂറുള്ള മണ്ണാണ്. പാവങ്ങൾ അധ്വാനിച്ചാൽ അതിന് വിളവിനൊന്നും പൈസ കിട്ടത്തില്ല. ഒരു കൂട്ടം അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടേക്കുന്നുണ്ട്. ഒരു കൂട്ടം പാവയ്ക്കൊക്കെ കൂട്ടി മല പോലെ കൂട്ടിയിട്ടിട്ട് അതിന് ഒരു 50 രൂപ പോലും പറയത്തില്ല. അതായത് ഒരു 100 കിലോ പാവയ്ക്കൊക്കെ കൂട്ടി അവർ ഇട്ടേക്കുന്നുണ്ട്. കൂട്ടിയിട്ട് അതിന് വില പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 50 രൂപ ഒക്കെയാണ്. ഇവിടെ കേരളത്തിലാണെങ്കിൽ ഒരു 2000-3000 രൂപയ്ക്ക് കൊടുക്കാവുന്ന അത്രയും വെജിറ്റബിൾസൊക്കെ വളരെ തുച്ഛമായ വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും 70 രൂപ കൂലിയും 50 രൂപ കൂലിയും ഒരു ദിവസത്തേക്കുള്ള നാടുകളൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഈ ഒരു സിസ്റ്റമൊക്കെ മാറണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായപ്പോഴാണ് ഞാനിതെല്ലാം ചിന്തിക്കാനിടയായത്. മറ്റൊരു വീഡിയോ കൊണ്ട് മറ്റൊരു ദിവസത്തിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റൊരു വീഡിയോ ഞാൻ പ്രോത്സാഹിപ്പിക്കും. ഇത്തരം സ്വാമി വരെ നമ്മൾ വിടുവാൻ പാടില്ല. നമുക്ക് ചെയ്യാവുന്ന രീതിയിലെല്ലാം നമുക്ക് ചെയ്യാം. ഒരു നിയമം വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം.